അമ്മയ്ക്ക് അതിന്റെ വിശ്വാസം ചോദിച്ചു. അപ്പോ 8,000 രൂപ ഞാൻ തന്നാലേ അച്ഛൻ ഒരിക്കലും പോകാൻ അത്രയേ ഉള്ളൂ. തൽക്കാലം നിന്റെ 8,000 രൂപ ഇല്ലാത്തതുകൊണ്ട് നീ നിന്റെ സ്വന്തം കൊടുത്തു. അത് വെക്കണേ ചേട്ടന് 8,000 രൂപ കൊണ്ട് നിന്നെ സഹായിക്കാൻ കഴിയുള്ളൂ അല്ലേ? എന്താവുന്നത് എന്താ പ്രശ്നമല്ലോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം? അതെ, നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും പിന്നെ പാവപ്പെട്ടതാക്കിയതും. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഓരോരുത്തരുടെയും കയ്യിലിരിപ്പില്ല. സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്സിൽ ഈശ്വരനിരിക്കെ ആ ഈശ്വരനെ മറിയുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം? ഈശ്വരൻ എന്നോട് പറയും, സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ പെണ്ണിയുടെ കൂടെ ഇറങ്ങിപ്പോയ വ്യക്തിയെ ഞാൻ രക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുമ്പോ ആ തെന്തി നിന്റെ സകലത്തെ നശിച്ചു പോകാം. അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും ധരിച്ച് ഞാൻ ചിത്രപ്പാടെ എടുക്കുന്ന മുന്നിൽ കാണുന്ന പ്രവർത്തി അപ്പോഴൊന്നുമില്ല. ഇന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഇത് അത് തന്നെ എന്റെ കാര്യം. അതെന്താ അത് വീട്ടിൽ മുതലാളി പോകുന്ന കാലത്ത് ഇതിപ്പോ ഓരോ എനിക്ക് 50 വയസ്സ് സാധാരണക്കാരായ അത്രക്കാരൻ ഈ നാട്ടിൽ തൊഴിൽ കിട്ടുന്ന നാട്ടിൽ അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. എന്നിട്ട് അന്ന് പറഞ്ഞില്ലല്ലോ ആ എന്തെങ്കിലും ശുപാർശക്കത്ത് കൊടുത്തേക്കോട്ടല്ലേ നമ്മളോട് നിയമിച്ചത്. ഒരു കാര്യം ചെയ്യാം, ആ എംഎൽഎ ജോലി പറയാം എന്ന് പറയാം. ഈ രാവിലെ ഗവൺമെന്റ് കഴിവുണ്ട്. അവർക്ക് അവനാണെന്ന് ഒരു തെളിവുണ്ടോന്ന് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ ഇതിന് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കൊരു അധികാരമില്ല. എങ്ങനെ എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഓണറിന് ഒരു യൂണിഫോം തട്ടിയാലേ ബാക്കി അവന്റെ ആളുകളും അവന്റെ അപ്രോപ്രിയേറ്റ് എവിടെയില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നീ കാക്കി യൂണിഫോമിലേക്ക് അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കൈത്ത് പാടില്ല എന്നുള്ളത് എന്താ